റിപ്പോർട്ട് പിൻവലിച്ച പ്രശ്നം കഴിഞ്ഞു. അല്ല എന്ത് പറഞ്ഞു കൂടി ഹിന്ദു MLA അതേപോലെ ഗുരുവായൂർ ക്ഷേത്ര വിരുദ്ധരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ പറയുമ്പോൾ അത് ഇപ്പൊ അക്ബർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ UDF-ന്റെ MLA മാരാണെങ്കിലും ശരി, ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു മണ്ഡലമല്ലേ അത്. ശരിക്കും ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണോ അത്? മുസ്ലിം MLA എന്ന് പറയാം, മുസ്ലിം ലീഗ് MLA എന്ന് പറയാം, ഹിന്ദു MLA എന്ന് പറയുന്നത് എന്താ തെറ്റ്? അങ്ങനെ ഒരു MLA ഉണ്ടോ നമുക്ക്? അല്ല, മുസ്ലിം ലീഗ് MLA അല്ലേ ഉള്ളൂ. മുസ്ലിം ലീഗ് MLA ഉണ്ടല്ലോ, അത് പാർട്ടിയല്ലേ? അത് പാർട്ടിയാ. ഞാൻ പറഞ്ഞ BJP MLA അങ്ങ് പറഞ്ഞാൽ കേസ് വരില്ല. ഇല്ല, ഞാൻ ഹിന്ദുത്വം, ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാരമാണ്. റിലീജിയൻ ഹിന്ദു അല്ല, ഹിന്ദു സംസ്കാരമാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ല, ഹിന്ദു MLA എന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ് MLA ആയി. മുസ്ലിം MLA എന്ന് പറഞ്ഞാൽ റിലീജിയസ് MLA ആര് പറയുന്നു? മുസ്ലിം ലീഗ് MLA എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ലേ? അതെന്താണ് നിങ്ങൾ ആ പറയുന്നത്? മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് സംസാരിക്കാം, മുസ്ലിം ലീഗിന് സംസാരിക്കാം. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഒരു മിനിറ്റ്. വർഗീയത എന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മതപരമായ വർഗീയത. കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിഞ്ച് പിന്നോട്ടില്ല. ഞാൻ ഒരിഞ്ച് പിന്നോട്ടില്ല. എന്നെ തൂക്കിക്കൊന്നാലും പിന്നോട്ടില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തൂക്കിക്കൊല്ലാൻ വരുന്നവരങ്ങ് തൂക്കിക്കൊല്ലട്ടെ, കേസെടുക്കുന്നവർ കേസെടുക്കട്ടെ. ഒരു നിയമവ്യവസ്ഥയോടും തെരഞ്ഞെടുപ്പിനോടുള്ള വെല്ലുവിളിയാണോ? അല്ല, ഞാൻ നിയമത്തിന്റെയും കോഡ് ഓഫ് കോണ്ടക്ടിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നോക്കൂ, അങ്ങ് അന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പാണ്, പക്ഷെ അങ്ങ് ഇപ്പോ പറയുന്നത് സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ്. ഞാൻ എന്തു പറഞ്ഞു എന്നാ നിങ്ങൾ പറയുന്നത്? ഒരു ഹിന്ദു MLA ഗുരുവായൂരിന് വേണം എന്ന നിലപാട് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനിതൊന്നും ഗുരുവായൂരപ്പനെ തൊഴുത് തിരിച്ചു വരുമ്പോൾ ഞാനങ്ങ് പറയുകയാണിത്. ആ എന്റെ പറച്ചില് എന്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. അതിന് എന്താണോ ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ എന്താണോ പറഞ്ഞത്, അതിന് ഞാൻ 1 ഇഞ്ച് പോലും പിന്നോട്ട് നിൽക്കാതെ ഉറച്ചു നിൽക്കുകയാണെന്നേ. ഒരു മാറ്റവും ഇല്ലാന്നേ.